ധരിക്കുന്ന തൂവെള്ള വസ്ത്രത്തിന്റെ നൈർമല്യം ജീവിതത്തിലുടനീളം ആവാഹിച്ചാണ് തെന്നല ബാലകൃഷ്ണപിള്ള വിടവാങ്ങുന്നത്. തനിക്ക് എന്ത് നഷ്ടമുണ്ടെന്ന് നോക്കാതെ പാർട്ടിക്ക് വഴങ്ങി പാർട്ടിയെ നയിച്ച നേതാവ് മാത്രമായിരുന്നു എല്ലാ കാലത്തും തെന്നല. തെന്നലയുടെ വഴിയും രീതികളും തെന്നലയ്ക്ക് മാത്രം സാധ്യമാകുന്നതായിരുന്നു. 17 ഏക്കർ ഭൂസ്വത്തുമായി പൊതുപ്രവർത്തനത്തിനിറങ്ങി വിശ്രമകാലത്ത് സമ്പാദ്യം 13 സെന്റായി ഒതുങ്ങിയെന്ന ഒറ്റക്കാര്യം മതി അയാളുടെ സത്യസന്ധത പുതുതലമുറയ്ക്ക് തിരിച്ചറിയാൻ. പാർട്ടി അനീതി കാട്ടിയപ്പോഴും പിണങ്ങാത്ത അടിമുടി കോൺഗ്രസുകാരൻ. 2001 പാർട്ടിയെ ഉജ്ജ്വല വിജയത്തോടെ അധികാരത്തിലെത്തിക്കുമ്പോഴും അവകാശവാദങ്ങൾ ഉയർത്താതെ KPCC അധ്യക്ഷ പദത്തിൽ നിന്നും രാജിവെച്ച തെന്നല. AK ആന്റണി മുഖ്യമന്ത്രിയാകുമ്പോൾ K മുരളീധരനെ KPCC അധ്യക്ഷനാക്കാൻ പാർട്ടി രാജി ആവശ്യപ്പെട്ടപ്പോൾ ഒന്നും നോക്കിയില്ല തെന്നല. രാജിക്കത്ത് നൽകിയപ്പോഴും പാർട്ടി തീരുമാനത്തിനെതിരെ ഒരു വരി മറിച്ചു പറഞ്ഞില്ല അയാൾ. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹചര്യങ്ങളൊന്നാണ്. പക്ഷെ ആ തീരുമാനം തെന്നല ബാലകൃഷ്ണനെ അല്ലാതെ മറ്റാരും ചോദ്യം ചെയ്യാതെ അംഗീകരിക്കും ഞാൻ കരുതുന്നില്ല. പക്ഷെ തെന്നല ചോദ്യം ചെയ്തില്ല, തർക്കിച്ചില്ല, വികാരപ്രകടനം നടത്തിയില്ല. അപ്പോൾ തന്നെ എഴുതി തൻ്റെ രാജി കൊടുത്തു. ആ രാജി ഡൽഹിയിലേക്ക് പാക്കുകയും ചെയ്തു. പാർട്ടി ആടി ഉലയുമ്പോഴും തെന്നല ആശ്രയകേന്ദ്രമായി. തെന്നല കമ്മിറ്റികളായിരുന്നു KPCCക്ക് വിവാദങ്ങൾ ശമിപ്പിക്കാനുള്ള വഴി. കരുണാകരന്റെ തോൽവി വരെ അന്വേഷിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ബഹുമാനം അതായിരുന്നു തെന്നലയുടെ ആയുധം. K കരുണാകരനെയും AK ആന്റണിയും ഒരുമിച്ച് കൊണ്ടുപോയതും ഇതേ ആയുധം ഉപയോഗിച്ചാണെന്ന് തെന്നല തന്നെ സമ്മതിച്ചിട്ടുണ്ട്. 2 തവണ നിയമസഭാ അംഗവും 3 തവണ രാജ്യസഭാ അംഗവും ആയിട്ടുണ്ട്. ഒരിക്കൽ മന്ത്രിപദവി പടിവാതിക്കൽ വെച്ച് നഷ്ടമായപ്പോഴും തെന്നല പാർട്ടിക്കൂറ് മാത്രം പ്രകടിപ്പിച്ചു. വഴിവിട്ട് ഒന്നും ചെയ്യാത്ത, ന്യായത്തിനും നീതിക്കുമൊപ്പം നിലയുറപ്പിച്ച ജീവിതത്തിനാണ് അവസാനമായത്. മീഡിയ 1 തിരുവനന്തപുരം.